ഹലോ നമസ്കാരം. ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടേ കടയിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഭാര്യയ്ക്കൊരു പൂ മേടിച്ച് കൊടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹം. ഇത്രയും കാലം ഏതായാലും പൂവും കായും ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഒരു പൂ മേടിച്ച് കൊടുക്കുക, ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുക, മുട്ടായി മേടിച്ച് കൊടുക്കുക, ചോക്ലേറ്റ്, ഇതൊക്കെ ഇവിടുത്തെ ഒരു ശീലമാണെന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്കിതൊന്നും വലിയ പരിചയമൊന്നുമില്ല, നമുക്കറിയത്തുമില്ല. ഇപ്പം എല്ലാവരും കൊടുക്കുന്നു, റീലിടുന്നു, ബഹളമാണ്. ഇപ്പം നമുക്ക് വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങണമെങ്കിലേ ഇതിലൊരു പൂ മേടിച്ച് കൊടുക്കാമെന്ന് കൊണ്ട് കടയിൽ വന്നതാണ്. പക്ഷേ ഇപ്പോൾ കടയിൽ വന്നപ്പോൾ ആകെ കൺഫ്യൂഷനായി. ഇത് കണ്ടില്ലയോ, റോസാപ്പൂ നമ്മൾ വിചാരിച്ച് ചുമന്നതേ കാണത്തുള്ളൂ, പച്ചയെ കാണത്തുള്ളൂ. ഇപ്പം ഏതൊക്കെ കളറിലാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇപ്പം ഇതിലിപ്പോൾ ഏത് കളർ അവർക്ക് ഇഷ്ടപ്പെടും, ഏത് ഇഷ്ടപ്പെടത്തില്ല, ഇതൊന്നും അറിയാതെ നമ്മളെങ്ങനെ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നത്? ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനായി. ഇപ്പം വാങ്ങണോ വേണ്ടായോ, ഏത് കളർ വാങ്ങിയാൽ ഇഷ്ടപ്പെടും, ഇപ്പം എല്ലാം കൂടെ വാങ്ങണോ? അപ്പോൾ അതുകൊണ്ട് തൽക്കാലം വാങ്ങാതെ പോകുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പോയി വാങ്ങിക്കോ. കടകൾ നിറച്ച് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് നിറച്ച് ഇപ്പം പൂക്കൾ കൊണ്ട് ഇതുപോലെ നിറഞ്ഞിരിക്കുകയാണ്. കമിതാക്കളും സ്നേഹിക്കുന്നവരുമായവർ പൂക്കളൊക്കെ മേടിച്ച് ഭാര്യമാർക്ക് കൊടുക്കുക, സന്തോഷിപ്പിക്കുക. ഞാൻ ഏതായാലും ഈ വർഷവും മേടിക്കുന്നില്ല. അപ്പം ഇത് കണ്ട് ഒരു സന്തോഷമൊക്കെ അടഞ്ഞങ്ങ് പോവാം. അഥവാ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വന്ന് ഈ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ചങ്ങ് പോവാം. വെറുതെ എന്തിനാ പൈസ മുടക്കി നമ്മുടെ ജീവിതവും സന്തോഷവും നശിപ്പിക്കുന്നത്? അതുകൊണ്ട് ഈ പൂക്കൾ കാണുക, സന്തോഷിക്കുക, ആനന്ദിക്കുക, വാങ്ങി കമിതാക്കൾക്ക് നൽകുക, ഭാര്യമാർക്ക് നൽകുക, സ്നേഹിക്കുന്നവർക്ക് നൽകുക. അങ്ങനെ നല്ലൊരു വാലന്റൈൻസ് ദിനം ആഘോഷിക്കുക. എല്ലാവർക്കും നല്ലൊരു വാലന്റൈൻസ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു.